ഞാൻ പരതന്നൂർ ശിവരാജൻ, കവിയാണ്, ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്, ചാനൽ സംരക്ഷകനാണ്, ആകാശവാണി പ്രക്ഷേപകനാണ്, ഗാനരചയിതാവാണ്. ഏതാണ്ട് ഒരു 15 വയസ്സോടുകൂടിയാണ് ഞാൻ ഈ കവിത എഴുത്ത് തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് 94 വയസ്സ്. അപ്പോൾ ഏതാണ്ട് എൻ്റെ രചനയ്ക്ക് 80 വർഷം കാലമുണ്ടെന്ന് അർത്ഥം. ഞാൻ എഴുതി തുടങ്ങിയത് ആദ്യം ചില കവിതകൾ, ചെറിയ ചെറിയ കവിതകൾ നാട്ടിൻപുറങ്ങളിലുള്ള മാസികകൾ കൊടുത്തു. അവർ പ്രസിദ്ധീകരിച്ചു. കൊടുക്കുന്ന കവിതകളൊന്നും അവർ തിരിച്ചയച്ചിട്ടില്ല, പ്രസിദ്ധീകരിച്ചു. അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സാധാരണ അല്ല അത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ കവിതകൾ തുടരെ എഴുതി തുടങ്ങിയെങ്കിലും ഏതാണ്ട് കോളേജിൽ, ഹൈസ്കൂളിലും കോളേജിലെ ഇന്റർമീഡിയറ്റിലും പഠിക്കുമ്പോഴാണ് കവിത എഴുത്ത് വളരെ തകൃതിയായിട്ട് നടന്നു തുടങ്ങി. അന്ന് കൊല്ലത്ത് നിന്നും പുറപ്പെട്ടിരുന്ന കേരള ശബ്ദം വാരിക കുങ്കുമം, ഈ കുങ്കുമത്തിന്റെ പത്രാധിക പ്രസിദ്ധ സാഹിത്യകാരനായ വൈക്കം ചന്ദ്രശേഖരൻ നായർ, കേരള ശബ്ദത്തിന്റെ എഡിറ്റർ KS ചന്ദ്രൻ, ഇവരെ എൻ്റെ കവിതകളെ വളരെ സ്വാഗതം ചെയ്തു. അതിൽ കുങ്കുമത്തിലൂടെയാണ് ഞാൻ കൂടുതലും എഴുതി തുടങ്ങിയത്. ആ എഴുത്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ കവിതകളെ കുറിച്ച് മാറ്റം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ആരോടും ചോദിച്ചിട്ടുമില്ലായിരുന്നു. എങ്കിലും ഇവിടെ ഇവിടെ കൈമനത്ത്, അതായത് പാപ്പനംകോട്ട് കൈമനത്ത് അമൃത് നഗറിൽ എൻ്റെ വസതിയുടെ മുമ്പിൽ കുറെ പ്രസിദ്ധ സാഹിത്യകാരന്മാർ കൂടുകയും എൻ്റെ കവിതകളെ വളരെ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിൽ വലിയ ഭാഷാശാസ്ത്രജ്ഞനായ M.R. തമ്പാൻ, പ്രൊഫസർ ചന്ദ്രബാബു, പിന്നെ ഡോക്ടർ P. അശ്വതി ദേവി, ഇങ്ങനെയുള്ള ഒരുപാട് പേര്, അതായത് പ്രസിദ്ധ ഗായിക അരുന്ധതി, ഭാവന രാധാകൃഷ്ണൻ, ഇവരുമൊക്കെ ആ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. അവരാണ് എൻ്റെ കവിതകളുടെ മാറ്റിനെ കുറിച്ച് പ്രഖ്യാപിച്ചത്. ഞാൻ സാധാരണ എഴുതുന്നത് റൊമാൻറ്റിക്കാണ്, അതായത് കാൽപ്പനികവും ബാലസാഹിത്യവും, കുട്ടികൾക്കുള്ള കവിതകൾ ഇതാണ് എഴുതുന്നത്. ഇത് എഴുതി അവര് ചർച്ചയ്ക്കിടയിൽ എൻ്റെ പുസ്തകങ്ങൾ പരിശോധിച്ച് വിശദീകരണം നടത്തിയപ്പോൾ എനിക്ക് ഒരു അവാർഡും ഇതുവരെയും കിട്ടിയിട്ടില്ലേ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു അവാർഡും എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ അതിനു വേണ്ടി നടന്നിട്ടുമില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കൊടുക്കുന്ന അവാർഡുകളൊന്നും തന്നെ അത്ര പരിശുദ്ധമല്ല. ആർക്കെങ്കിലും ഫേവറിറ്റിസം കാണിച്ചുള്ള കൊടുപ്പാണ് കുട്ടികൾക്ക്. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന എഴുത്തച്ഛൻ അവാർഡിന് പോലും ഈ കേടുപാട് ഉണ്ടെന്ന് അർത്ഥം. കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷം കൊടുത്ത ഒരാള് ആ എഴുത്തച്ഛൻ അവാർഡിന് അർഹനാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനേക്കാളും സീനിയറായിട്ടുള്ള ആൾക്കാർ, അർഹരായ സീനിയറായ ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ മറന്നിട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ജൂനിയേഴ്സിന് കൊടുക്കുക. അത് ശരിയല്ല, കൊടുക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞ വളരെ ചെറുകഥകൾ എഴുതി തെളിഞ്ഞ് നോവലുകൾ പ്രസിദ്ധീകരിച്ച് വളരെ പ്രചാരം ചെയ്ത പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന ഒരു GN പണിക്കർ ഇവിടെ ഉണ്ട്. അദ്ദേഹം വാസ്തവത്തിൽ ഈ എഴുത്തച്ഛൻ അവാർഡ് വളരെയേറെ അർഹനാണ്. അദ്ദേഹം വയസ്സായി. ആ വയസ്സൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിനെ പരിഗണിക്കേണ്ടതായിരുന്നു, ഗവൺമെന്റ് അത് ചെയ്തില്ല. അത് പോകട്ടെ, എനിക്ക് വേറെ ചില അവാർഡുകളുണ്ട്. പ്രൊഫസർ MK സാനു എൻ്റെ ബാലകവിതകൾ വായിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ഞാനൊരു പുസ്തകത്തിന് അവതാരിക എഴുതണം എന്ന് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ശിവരാജന്റെ പുസ്തകത്തിന് അവതാരിക എഴുതുന്നതിൽ എനിക്ക് യാതൊരു കൂസലുമില്ല. കാരണം മറ്റൊരു കാര്യമുള്ളത്, ശിവരാജന്റെ ബാലകവിതകൾ വളരെ ശ്രദ്ധേയങ്ങളാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് ഉദ്ബോധനത്തിൻ്റെതായ വഴി തുറക്കുന്നതാണ് കുട്ടികൾക്ക്. കുട്ടികളെ ഉദ്ബോധിപ്പിക്കുന്നു, കുട്ടികളെ നല്ല വഴിക്ക് നടത്തുന്നു. ഇങ്ങനെയുള്ള കവിതകൾ അത് ഇവിടെ ഇല്ല. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശിവരാജൻ ബാലകവി എന്നുള്ള നിലയിൽ കേരളത്തിൽ ഇപ്പോഴുള്ള ബാലകവികളിൽ ഏറ്റവും മുന്നിലാണ് എന്ന് പറഞ്ഞാൽ CP പള്ളിപ്പുറം മുതലായ ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നല്ല കാര്യം കണ്ടാൽ നല്ല കാര്യമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് കഴിഞ്ഞിട്ട് CP നായർ IAS എൻ്റെ കവിതകൾ വായിച്ചാൽ, എൻ്റെ കവിതാ പുസ്തകങ്ങൾ വായിച്ചാൽ ഉടനെ തന്നെ ഒരു കാർഡിലായിരിക്കും എഴുതുന്നത്. അതിലെല്ലാം വളരെ കാച്ചിക്കുറുക്കി വിശദീകരിക്കും. അതുപോലെ പ്രസിദ്ധ ഹാസ്യ സാഹിത്യകാരനായ സുകുമാർ, പിന്നെ പ്രസിദ്ധ പണ്ഡിതനായ ഡോക്ടർ ബെഞ്ചമിൻ, ഇവരൊക്കെ എൻ്റെ കവിതകളെ ശ്ലാഘിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്.
ഡോക്ടർ ബെഞ്ചമിൻ ഡേങ്കിയുടെ തിരഞ്ഞെടുത്ത ബാലകവിതാ സമാഹാരം സ്വീകരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ അവതാരികയാണ് ക്ഷണിച്ചു. അദ്ദേഹം അവതാരികയിൽ അദ്ദേഹം എഴുതി. ഞാൻ ഒരു കവിത നാറാണത്ത് ഭ്രാന്തനെ കുറിച്ചൊരു കവിത എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് നാറാണത്ത് ഭ്രാന്തനെ ഇനി കാണേണ്ട ആവശ്യമില്ല. ഈ കവിത വായിച്ചു കഴിഞ്ഞാൽ നാറാണത്ത് ഭ്രാന്തൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നും. ഇത് വളരെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിൽ കൂടുതൽ അവാർഡ് എന്താ വേണം? ഇതൊക്കെ തന്നെയാണ് എൻ്റെ അവാർഡുകൾ. ഉള്ള കാര്യം പറയാമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ രചനാ ജീവിതത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഞാൻ വളരെ പിന്നെ ഇന്റർമീഡിയറ്റ് കാലഘട്ടത്തിൽ ഞാൻ ഒരു കവിത എഴുതി, ഒരു റൊമാൻറ്റിക് കവിത. ആ കവിത ഞാൻ ആൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണിക്ക് അയച്ചു. അത് പ്രക്ഷേപണം ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരുടെ അക്നോളജ്മെന്റ് എനിക്ക് കിട്ടി. ആ കവിത ഇന്ന ദിവസം പ്രക്ഷേപണം ചെയ്യുന്നു. ഒരു കവിത, ആ കവിത ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അല്പ അറിവിന് വേണ്ടി അല്ലെങ്കിൽ അല്പരസത്തിന് വേണ്ടി പറയാം. ഓർമ്മയുണ്ടെനിക്കെന്നും ആ നല്ല ദിവസം നിൻ വീട്ടിൽ ഞാൻ ആദ്യം വന്ന ദിവസം മറന്നോ നീ? പട്ടുനൂലൊന്നിൽ ചേർത്തു കോർത്തെടുത്തതു മുത്തു മാലയും ചാർത്തിത്തനി വെള്ളമുണ്ടുകൾ ചുറ്റി മുറ്റത്തു മാവിന്മാറിൽ പടർന്നു കുരുക്കുത്തി മുല്ലകിളിക്കൊണ്ടു ചിരിക്കുന്നതും നോക്കി നീ അന്നു ഞാൻ വന്നപ്പോൾ നിന്നൊരു നിലയിന്നും നിർമ്മലയോർക്കുമോ മന്മാനസം ഓർക്കുന്നു. കണ്ണുമാവു നീ വാടമുറ്റത്തു ദുഷന്തന്റെ കണ്ണുകൾക്കു വിലങ്ങിട്ട പെണ്ണിനെ ഓർമ്മിക്കുന്നു. മതിൽവാതിൽ തുറന്നകത്തു കടന്ന ഞാൻ ആരെന്നു ചോദിച്ചു നീ മന്ദഹാസമെന്നു. അച്ഛനെ കാണാനാണോ വന്നതെങ്കിലോ അതാ പൂമുഖത്തുണ്ടോ അച്ഛൻ പട്ടുള്ളാൻ കണ്ടിടാമല്ലോ. ഇന്ന് ഇങ്ങനെ ഒരു കഥ കുറെ കൂടെ ഉണ്ടെന്ന്. ഇത് ആൾ ഇന്ത്യ റേഡിയോ വളരെ ഞാൻ ഇന്റർമീഡിയറ്റിലൊക്കെ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പമാണ്. ആ ചെറുപ്പത്തിൽ ആകാശവാണിയിൽ ഒരു കവിത പ്രക്ഷേപണം ചെയ്ത് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ വളരെ നമ്മുടെ രചനയ്ക്ക് ഉത്സാഹം തരുന്നതാണ്. അനുഭൂതി വഴിയൊരുക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഇന്റർമീഡിയറ്റ് എഴുതുന്ന കാലം തന്നെ ഒരു റൊമാൻറ്റിക് കവിത എഴുതി. ആ റൊമാൻറ്റിക് കവിത നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും പട്ടംതാടുകളുടെ ഉടമസ്ഥതയിൽ പ്രസിദ്ധ MP ആയിരുന്ന സി നാരായണന്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമായിരുന്നു. ഡെയിലിയാണ് ദിനപത്രം. അവരൊരു വിശേഷപ്രതി ഓണത്തിന് ഇറക്കുന്നുവെന്ന് അനൗൺസ്മെന്റ് കൊണ്ട് ഞാൻ എൻ്റെ ഒരു കവിത പേടിച്ചാണ്. ഇങ്ങനെ ഒരു അറപ്പാണ്, അവർ എടുക്കുമോ എടുക്കില്ലേ എന്നുള്ള പേടി അയച്ചു കൊടുത്തു. ആ അയച്ചു കൊടുത്തതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ അവിടെ തന്നെ ഞായറാഴ്ച ഈ ഓണം ഒരു ട്രെയിലർ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നു എൻ്റെ കവിത അത് എന്നെ അവരെ പരിചയപ്പെടുത്തുകയായിരുന്നു വായനക്കാർക്ക്. മലയാള സാഹിത്യ മലർവാടിയിൽ ഒരു ഇളങ്കുയിലിന്റെ മധുരഗാനം ആരംഭിക്കുന്നു എന്നായിരുന്നു ആ അനൗൺസ്മെന്റ് പത്രത്തിൽ. ഞായറാഴ്ച പതിപ്പിലൊക്കെ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വരിക എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പമായിരുന്നു. എനിക്ക് എന്തുമാത്രം നിർവൃതി ഉണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ആ കവിത നമ്മളു തമ്മിൽ കണ്ടു തുടങ്ങിയിട്ടെത്ര നാളായി പങ്കിടിയെ എന്താണിത്ര നാണം പിന്നെ എന്നോടിത്തിരി മിണ്ടാനേ കവിത കണക്കൻ കരളുമുഴുക്കെ കുളിരുപൊഴിഞ്ഞൊരു മഴവില്ലേ എങ്ങനെ നിന്നെ മറക്കും നീ എന്നുള്ളിലുറഞ്ഞ നിലാവല്ലേ. ഈ ഉള്ളിലുറഞ്ഞ നിലാവിനൊക്കെ വളരെ വിശദമായ അർത്ഥമാണ് പിന്നെ വേദിരൂപം കൊടുത്തത്. ഇങ്ങനെ ഒരു കവിത. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ടായി. ഞാനൊരു ചെറിയ ബാലകവിത എഴുതി കേരള കൗമുദി വാരാന്ത പത്രത്തിലേക്ക് അയച്ചു. അതും പേടിച്ചാണ് എടുക്കുമോ എടുക്കില്ലേ ഏതായാലും കൊടുക്കാം എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അത് ഒരു വെള്ളിയാഴ്ച ഞാൻ പോസ്റ്റ് ചെയ്തു ആ കവിത. ശനിയാഴ്ച ഇരുന്ന് പേട്ടയിലുള്ള കേരള കൗമുദിക്ക് കിട്ടിക്കഴിഞ്ഞു. വാരാന്ത വേണ്ടി എഡിറ്റ് കിട്ടിക്കഴിഞ്ഞു. അതിന്റെ പിറ്റേന്ന് ഞായറാഴ്ച ഇരുന്ന് നോക്കിയപ്പോൾ ഞാൻ കേരള കൗമുദി തുറന്നു നോക്കിയപ്പോൾ ഈ കവിത കിടക്കുന്നു. അതെന്തൊരു സംഭവമാണെന്നറിയാം. അതിശയകരമായ ഒരു സംഭവമല്ലേ.
ഒരു കവിത അയച്ചതിന്റെ 3-ന്റെ എന്താ പത്രത്തിൽ വരിക എന്ന് പറഞ്ഞാൽ, മയിലാടും മേടുകൾ തോറും തുള്ളിച്ചാടി നടക്കും ചെല്ലപ്പൊന്മാൻകിടാവേ പോകല്ലേ നീനിലൂടെ. ഒരു ബാലകവിത, ഞാൻ ആദ്യം എഴുതിയ ബാലകവിതയാണ്. ഈ ബാലകവിത ഇത്ര പ്രശംസാർഹമായ രീതിയിൽ കേരള കവിതയിൽ വന്നപ്പോൾ എനിക്ക് എന്തുമാത്രം നിർവൃതി ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ള നിലവ്. അപ്പോൾ ഞാൻ പ്രഭാത് ബുക്ക് ഹൗസിനെയാണ്, തിരുവനന്തപുരത്തെ പ്രഭാത് ബുക്ക് ഹൗസിനാണ് ആദ്യം സമീപിച്ചത്. അപ്പൊ എൻ്റെ ഒരു കവിതയുടെ ഒരു പുസ്തകത്തിന് ഡ്രാഫ്റ്റ് അവർ കൊടുത്തു. അവർ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാനേജർ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, നിങ്ങളുടെ പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം, ആദ്യ പുസ്തകമാണ്, അതിൻ്റെ പേര് ഇഷ്ടമെങ്കിൽ മാത്രം. റൊമാൻറ്റിക്കാണ്, റൊമാൻറ്റിക് കവിതാ സമാഹാരമാണ്. അത് അവരെടുത്ത് ഒരു പ്രസിദ്ധീകരിച്ചു. അതിൽ ഉള്ള റൊമാൻറ്റിക് എന്റെ കണ്ണുകൾ കൊണ്ടു നോക്കുന്നതാണോ കാര്യം, നിർമ്മലേ നിന്നെ കാണാൻ ഇമ്പമായിരിക്കുന്നു, എള്ളിൻ പൂവിനല്ല നിന്നാസികയ്ക്കല്ലോ ഭാരം, ഉള്ളതൈ ശിരസാരം എന്നതും തോന്നിക്കുന്നു. ഇങ്ങനെയുള്ള റൊമാൻറ്റിക് കവിത. അത് ഞാൻ സീതയെ നല്ലൊരു അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഗാന്ധാരി, അത് ഗാന്ധാരി കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് ഗാന്ധാരി പിന്നീട് കുരുക്ഷേത്ര യുദ്ധം കളം സന്ദർശിച്ചിട്ട് അവര് വളരെ സങ്കടത്തോടുകൂടി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കവിതയിൽ പ്രദർശിപ്പിച്ചത്. ആ കവിത ഞാൻ ആകാശവാണിക്ക് കൊടുത്തപ്പോൾ ആകാശവാണിക്ക് അത് വളരെ പ്രാധാന്യം നൽകി പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. ഇങ്ങനെയുള്ള ആയിരുന്നു എൻ്റെ ഇഷ്ടമെങ്കിൽ മാത്രം എന്ന ആദ്യത്തെ കവിതാ സമാഹാരം. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഈ റൊമാൻറ്റിക് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതോടൊപ്പം ബാലകവിതാ പ്രസ്ഥാനത്തിൽ കൂടെ ഒന്ന് നിന്നാൽ എന്തെന്നാലോചിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ബാലകവിതകൾ എഴുതി. ആ ബാലകവിതകൾ പ്രസിദ്ധ ഭാഷാ പണ്ഡിതൻ വെള്ളായണി അർജുനൻ ഞാൻ കൊടുത്തു. ഒരു അവതാരി എഴുതി തന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. വെള്ളായണി ഞാനുമായിട്ട് വളരെ ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരു പ്രായക്കാരാണ്, എങ്കിലും ഞങ്ങൾ വളരെ അടുപ്പമുള്ളവർ. അപ്പോൾ എഴുതാമെന്ന് പറഞ്ഞ് വായിച്ചു. അപ്പോൾ എഴുതാമെന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ ഒരു നിസ്സാരമായ രീതിയിൽ അദ്ദേഹം എഴുതുമായിരിക്കും എന്ന് വെച്ചു. പക്ഷെ അദ്ദേഹം പ്രൗഢമായ എൻ്റെ ആദ്യത്തെ ബാലകവിതയാണ്, ബാലകവിതാ സമാഹാരമാണ്. നുണയന്റെ ഈ തൂമധുരം എന്നായിരുന്നു അതിന്റെ പേര്. അത് അദ്ദേഹം ആ നുണയന്റെ ആ തൂമധുരത്തിന്റെ മാധുര്യം തന്നെ വിശദീകരിച്ചുകൊണ്ടും മറ്റുള്ള കവിതകളിലും കവിതാ സമാഹാരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും വളരെ ശ്രദ്ധേയമായ രീതിയിൽ എഴുതി. അതിന് ഞാനൊരു കവിത കൊടുത്തിരുന്നു. അതായത് പിന്നീട് ഒരു കുട്ടിയെ വിളിച്ചിരുത്തി അച്ഛൻ പറയുന്നു, കുഞ്ഞോമൽ കുഞ്ഞെ അടുത്തിരുത്തി കുഞ്ഞനച്ഛൻ പറഞ്ഞു, മോനെ നീ എന്നെ കണ്ടെല്ലാം പഠിച്ചാൽ നന്നായി തന്നെ വരും. ഇത് കേട്ട ആ കുട്ടി ഒരു കുസൃതി കുടിനായിരുന്നു. ഈ കുസൃതി കുടിന്ന് ചോദിക്കുന്നു, അച്ഛനെ കണ്ടു ഞാനെല്ലാം പഠിച്ചാൽ അച്ഛൻ നടത്തും പുകവലി കൂടെ ഞാൻ എത്രയും വേഗം പഠിക്കണ്ടേ അച്ഛ എന്ന് ചോദിച്ചു കുട്ടി. ഈ അച്ഛൻ ഞെട്ടിപ്പോയച്ഛൻ ഞെട്ടി നിന്നച്ഛൻ പറഞ്ഞുടൻ എന്റെ വീടിക്കവരെല്ലാം പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയുടെ ഈ ചോദ്യം അച്ഛനെ വളരെയേറെ ചിന്തിപ്പിച്ചു. പുകവലിയെ കുറിച്ച് പറഞ്ഞു. ഈ കവിതയെ കുറിച്ച് വെള്ളായണി അർജുനൻ ആ പുസ്തകത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം ബാലകവിതകൾ ഇപ്പോൾ എഴുതുന്ന ആരും ഇങ്ങനെയുള്ള സബ്ജക്റ്റിലേക്ക് കടക്കാറില്ല. ശിവരാജൻ ഈ സബ്ജക്റ്റ് കടന്നിരിക്കുന്നു. ബാലകവിത രചനയിൽ ശിവരാജൻ ഈ നിലയിൽ പോവുകയാണെങ്കിൽ വളരെ ശ്രദ്ധേയമായ ഒരു നില കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നും ആ അവതാരികയിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുസ്തകങ്ങൾ, പിന്നെ ബാലകവിത, റൊമാൻറ്റിക് കവിത ഇങ്ങനെ എഴുതി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാലകവിതാ പുസ്തകങ്ങൾ എനിക്ക് ഏതാണ്ട് ഞാൻ എഴുതിയിരിക്കുന്നത് 20 കാവ്യ പുസ്തകങ്ങളാണ് ഞാൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ 20ാമത്തെ ബുക്ക് കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തിറങ്ങുന്നത്. പ്രഭാത ബുക്കാണ് പ്രസിദ്ധീകരിച്ചത്. ഡോക്ടർ ശ്രീരാറേണിയാണ് എൻ്റെ അവതാരക. ഈ പുസ്തകം ഇങ്ങനെ 20 പുസ്തകത്തിൽ ഏതാണ്ട് ഒരു 7-8 എണ്ണമേ എൻ്റെ റൊമാൻറ്റിക് കവിതാ പുസ്തകങ്ങളായിട്ടുള്ളൂ.
പിന്നെ ഉള്ളതെല്ലാം ബാലകവിതാ പുസ്തകങ്ങളാണ്. ഈ ഇപ്പൊ എന്റെ 20ാമത്തെ ഈ 94-ാം വയസ്സിലും ഞാൻ പിന്നീട് ശ്രദ്ധേയമായി എഴുതിക്കൊണ്ടിരിക്കുന്നു, പിന്നീട് തകൃതിയായി എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം എന്നെ കുറിച്ച് നേരിട്ട് അറിയാമായിരുന്ന ദീപികയുടെ ലേഖിക മഞ്ജുള ദേവിക്ക് അറിയാവുന്നത്. പ്രസിദ്ധ കവിയായിരുന്ന ഗൗരീശോട്ടം ശങ്കരൻ നായരുടെ മകളാണ് മഞ്ജുള. ഈ മഞ്ജുള എന്നെ കുറിച്ച് അറിയാമായിരുന്നതുകൊണ്ട് ഈ കാര്യം പ്രശംസിച്ചുകൊണ്ട് വളരെ നല്ലൊരു ലേഖനം ദീപികയുടെ രാഷ്ട്രദീപിക എന്നൊരു സായാഹ്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അത് വളരെ ശ്രദ്ധേയമായിരുന്നു. അത് കണ്ടുകൊണ്ട് കേരള കൗമുദി എന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ദീപികയുടെ രാഷ്ട്രദീപികയിൽ ഒരു ലേഖനം വന്നിരിക്കുന്നല്ലോ, എന്താണ്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ശരിയാണ്, ഞാനിപ്പോ 94-ാം വയസ്സാണ്, ഞാൻ ഇപ്പോഴും തകൃതിയായി എഴുതിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് എഴുതുന്നതിൽ യാതൊരു കേടുപാടും തന്നെയില്ല, യാതൊരു അലസതയുമില്ല, എഴുതിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് എന്നെ അറിയാമായിരുന്നു, അതുകൊണ്ട് അവരെഴുതി. അപ്പൊ കേരള മതി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു അഭിമുഖം തരാമോ? ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞു. അത് കേരള മതിയുടെ ഗോപിക എന്ന ലേഖിക എന്നെ ഫോണിൽ വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരും വളരെ എന്റെ ഈ 94-ാം വയസ്സിലും പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ച് വളരെ പ്രശംസിച്ചുകൊണ്ടും വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടും ഒരു വലിയ ലേഖനം കേരള കൗമുദിയിൽ വന്നു. കേരള കൗമുദിയിൽ വന്ന് അത് കഴിഞ്ഞപ്പോൾ പിന്നീട് ദേശാഭിമാനി എന്ന പത്രം ഇതിനെക്കുറിച്ച് എന്നെ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, യാതൊരു പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അതിന്റെ പിറ്റേന്ന് തന്നെ ദേശാഭിമാനിയുടെ ഒരു ലേഖികയും ഒരു ഫോട്ടോഗ്രാഫർ എന്റെ വീട്ടിൽ വന്ന് എന്നെ കുറിച്ച് എല്ലാം ചോദിച്ചു. അവരും ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഈ 94-ാം വയസ്സിലും ഞാൻ എഴുതുന്ന കാര്യത്തെ പ്രശംസിച്ചുകൊണ്ട്. അത് കഴിഞ്ഞപ്പോൾ ജനൈക പത്രം എന്നെ അന്വേഷിച്ചു വന്നു. അവരും ഒരു നല്ല ലേഖനം എഴുതി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മലയാള മനോരമ എന്നെ വിളിച്ചു. മലയാള മനോരമ വിളിച്ചപ്പോഴും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം പറഞ്ഞിരിക്കുന്നു, ആരെന്നും പറഞ്ഞുകൊണ്ട് മലയാള മനോരമ നല്ലൊരു ആർട്ടിക്കിൾ ഈ എൻ്റെ ഈ എഴുത്തുകാലത്തെ കുറിച്ചും എൻ്റെ എഴുത്തിന്റെ മേന്മയെക്കുറിച്ചും വളരെ പ്രശംസാർഹമായ രീതിയിൽ എഴുതി. അതൊക്കെ ഇതിലൊക്കെ കൂടുതൽ അവാർഡ് എന്തിനാണ് പൊന്നും പണവും തരുന്ന ഒരു അവാർഡ്? ഇതൊക്കെ ഈ പത്രങ്ങൾ എഴുതിയ ഈ എഴുത്തിന്റെ അപ്പുറം ഒരു അവാർഡ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഉള്ള കാര്യം പറയാറുണ്ട്. അത് കഴിഞ്ഞ് ഇത്രയുമായപ്പോൾ ദൂരദർശൻ എന്നെ അന്വേഷിച്ചു വന്നു. അവര് പ്രസിദ്ധ പണ്ഡിതനായ MR തമ്പാൻ എന്റെ വീട്ടിൽ വന്നു. ദൂരദർശന്റെ സാന്നിധ്യത്തിൽ എന്നെ കുറിച്ച് അഭിമുഖ സംഭാഷണം നടത്തി. ദൂരദർശൻ അത് വളരെ പ്രാധാന്യം നൽകി ദൂരദർശൻ സംപ്രേഷണം ചെയ്തു. ഇതിലൊക്കെ കൂടുതൽ എന്ത് അവാർഡ് വേണം? ഒരു 1000 രൂപ തന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച് പോക്കറ്റിലിടും, അല്ലെ? ഇത്രയുള്ളൂ, ആരും അറിയില്ല വാങ്ങിച്ചിടും. ഇത് ഇത്രയാണ്. ഈ കേരള കൗമുദിയിലും ദീപികയിലും ജനയുഗത്തിലും ദേശാഭിമാനിയിലും മലയാള മനോരമയിലും ഈ ദൂരദർശനിലുമൊക്കെ വന്നപ്പോൾ പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് സപ്പോർട്ട് എന്ത് വേണം? ഞാൻ വളരെ സന്തോഷിച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, 20ാമത്തെ ബുക്ക് പ്രസിദ്ധീകരിച്ചു. 20ാമത്തെ ബുക്ക് 21ാമത്തെ ബുക്ക് ഈ 20ാമത്തെ ബുക്ക് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പുരാണ കഥകളാണ്. വളരെ ജിജ്ഞാസ ഉണർത്തുന്ന പുരാണ കഥകളാണ് 20ാമത്തെ ബുക്കിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരില്ലേ? എങ്ങനെ ഈ പാഞ്ചാലിക്ക് 5 വേറെ ഒരു കഥാപാത്രത്തിനും പുരാണത്തിലില്ല, വേറെ ലോകത്തെങ്ങും തന്നെ ഇല്ല. പക്ഷെ ഈ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ട്. ഈ 5 ഭർത്താക്കന്മാർ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് കഥയുണ്ട്. പാഞ്ചാലിയെ അർജുനൻ സ്വയംവര പന്തലിൽ നിന്നും വരിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. കുന്തി വീട്ടിലുണ്ട്. സഹോദരങ്ങളുടെ എല്ലാവരും അർജുനന് അന്ന് കിട്ടിയ ഭിക്ഷ എടുക്കാൻ പോയതാ, എല്ലാവരും ജീവിക്കാൻ വേണ്ടി. അർജുനന് അന്നത്തെ ഭിക്ഷ കിട്ടിയത് പാഞ്ചാലിയാണ്. ഈ പാഞ്ചാലിയും കൊണ്ട് അർജുനന്റെ വീട്ടുമുറ്റത്ത് വന്നിട്ട് അപ്പൊ അമ്മ അകത്തുണ്ട്, കുന്തിദേവി അകത്തുണ്ട്. അവിടെ കൊണ്ട് അർജുനൻ വിളിച്ചു, അമ്മേ ഇന്നത്തെ ശിക്ഷ പറഞ്ഞ നല്ലൊരു ശിക്ഷയാണെന്ന് പറഞ്ഞു. ഈ കുന്തി അത് കേട്ടതും തന്നെ മറുപടി കൊടുത്തു, നല്ല ശിക്ഷയാണോ? പക്ഷെ ശരി, അപ്പൊ നിങ്ങൾ ആരും പിണങ്ങാതെ ഈ ശിക്ഷയെ 5 പേരും ഒന്നുപോലെ അനുഭവിക്കണം എന്ന് പറഞ്ഞു.
അപ്പൊ അർജുനൻ ഇത് കേട്ട് ഞെട്ടി. തന്റെ ഭാര്യയെ 5 പേരും ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ മോശത്തരമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പാഞ്ചാലി ഇത് കേട്ടിട്ട് പറഞ്ഞു, വേണ്ട, അമ്മയുടെ പ്രഖ്യാപനമാണ്, അമ്മയുടെ ആഗ്രഹമാണ് ഇന്നത്തെ ശിക്ഷ എന്തോ ആയിക്കൊള്ളട്ടെ, ആ ശിക്ഷ എല്ലാവരും കൂടി അനുഭവിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എന്നെ അനുഭവിച്ചുകൊള്ളൂ, എനിക്ക് യാതൊരു വിരോധവുമില്ല എന്ന് പാഞ്ചാലി പറഞ്ഞു. ഇങ്ങനെയാണ് പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടാകുന്നത്. ഈ അത് ഒരു കഥ. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ 18ാമത്തെ ബുക്ക് പ്രസിദ്ധീകരിച്ചത് പഴഞ്ചൊല്ലുകളാണ്. പഴഞ്ചൊല്ലുകൾ, അതായത് ഇപ്പൊ പഴഞ്ചൊല്ലുകൾ പലതും നമ്മൾ കേൾക്കുന്നു. പക്ഷെ ഈ പഴഞ്ചൊല്ലുകളിലെ അർത്ഥം എന്താണ് എന്നുള്ളത് വാസ്തുതി ആർക്കും, വലിയ ആളുകൾക്ക് പോലും അറിഞ്ഞുകൂടാന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഈ കുട്ടികൾക്ക് അതിന്റെ അറിവ് കൊടുക്കുന്നത് പഴഞ്ചൊല്ലുകൾ തരുന്ന പാഠങ്ങൾ എന്നുള്ളൊരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കുന്നു. 18 നല്ല ചെലവാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ ഈ പുസ്തകങ്ങൾ, ഈ ബാലകവിതാ പുസ്തകങ്ങൾ, ബാക്കിയുള്ള പുസ്തകങ്ങളും ഏതാണ് കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നു എന്ന രീതിയിലായി. ഏതായാലും കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ 70,000 രൂപയ്ക്ക് വിറ്റു എന്ന് റെക്കോർഡുണ്ട്. എനിക്ക് അതിനുള്ള റൈറ്റ് കിട്ടി പ്രഭാത് ബുക്കൂസ് തന്നു കഴിഞ്ഞു. ഇത് എൻ്റെ പ്രസാധകരം എന്ന് പറഞ്ഞാൽ പ്രഭാത് ബുക്കൂസ്, കോട്ടയത്തുള്ള നാഷണൽ സാഹിത്യ പ്രവർത്തന സംഘം, കോഴിക്കോട്ടുള്ള പൂർണ്ണ പബ്ലിക്കേഷൻസ്, ഇവരെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പൂർണ്ണ പബ്ലിക്കേഷനിൽ 2 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പഞ്ചാരപ്പായസവും ചെപ്പ് തുറന്നാൽ ചന്ദനോളവും. അവരെ വാസ്തവത്തിൽ ഇവിടെ റൈറ്റ് കൊടുക്കുന്നതിനുള്ള ഒരു അഗ്രഗണ്യം. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ അവസാനിക്കുന്ന മുമ്പേ നമ്മൾ റൈറ്റ് കൊടുക്കും. ഈ പഞ്ചാരപ്പായസം എല്ലാം നിഷ്പ്രയാസം വിറ്റു കഴിഞ്ഞു, അതിന്റെ റൈറ്റ് എനിക്ക് വിറ്റു കഴിഞ്ഞു. ഏതായാലും ഈ 70,000 രൂപയ്ക്ക് എൻ്റെ പുസ്തകം വിറ്റു എന്ന് പറഞ്ഞാൽ അത് വളരെ അതിശയകരമായ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇവിടുത്തെ വലിയ മുൻനിരയിൽ സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ ഇങ്ങനെ ഇത്രയുമൊക്കെ വിൽക്കാറുള്ളൂ. അപ്പൊ പിന്നെ എൻ്റെ പുസ്തകം അത്രയും വിറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് കൂട്ടലില്ലാതെ സന്തോഷിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പഴഞ്ചൊല്ലുകൾ തരുന്ന പാഠങ്ങൾ കുട്ടികൾക്ക് പ്രയോജനപ്രദമായി. ഇപ്പൊ 19ാമത് പ്രസിദ്ധീകരിച്ച കുട്ടികൾക്ക് കുറെ പുരാണ കഥകൾ, അതും കുട്ടികൾക്ക് പ്രയോജനപ്രദമാണ്. ഈ ഞാൻ പറഞ്ഞ പാഞ്ചാലികളുടെയൊക്കെ അതിലുണ്ട്. അതുപോലെ പലതുമുണ്ട്. കുന്തിദേവിക്ക് കർണൻ പുത്രനായി പിറന്ന കഥ, പിന്നെ ഭീമനും അർജുനും ധർമ്മപുത്രനൊക്കെ പിറന്ന കഥ, ഇങ്ങനെയുള്ള കഥകളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പഴഞ്ചൊല്ലുകൾ പ്രസിദ്ധീകരിച്ചതിൽ നല്ല വിൽപ്പനയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ശൈലി, മലയാളത്തിൽ കുറെ ശൈലിയുണ്ട്. പടവേടിച്ച് പന്തളം തീർന്നപ്പോൾ അവിടെ അതിനെക്കാരും പട എന്നൊരു ശൈലിയുണ്ട്. ഇങ്ങനെയൊക്കെ പല ശൈലികളുടെയും അർത്ഥം മനസ്സിലാക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ശൈലികളെ കുറിച്ച് കുട്ടികൾക്ക് ഒരു വിശദീകരണം കൊടുക്കുന്ന പുസ്തകം ഇറക്കിയാലെന്ത് എന്ന് ആലോചിച്ചുകൊണ്ട് ഇപ്പൊ 10-200 മലയാള ശൈലികളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ബുക്ക് ഇറങ്ങും. അതായത് കുട്ടികൾക്ക് കുറെ മലയാള ശൈലികളിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ DTP സ്റ്റേജിലിരിക്കുകയാണ്. അത് മിക്കവാറും ഏതാണ്ട് ഒരു മാസത്തിനകം പ്രസിദ്ധീകരിക്കപ്പെടും. അതെൻ്റെ 21ാമത്തെ ബുക്കായി. ഈ 21ാമത്തെ ബുക്ക് ഇവിടെ പ്രസിദ്ധീകരിച്ച് മലയാള ശൈലി കുറെ വിൽക്കുമെന്നാണ് തോന്നുന്നത്. കുട്ടികൾക്ക് മലയാള ശൈലികളെ കുറിച്ച് അറിയണമല്ലോ. അതിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇവിടെ വേറൊരു ശൈലികളെ കുറിച്ച് വലിയ പ്രസിദ്ധനായ രാമലിംഗത്തിൻ്റെ, അതിൽ അദ്ദേഹം കുട്ടികൾക്ക് പ്രയോജനപ്രദമായ രീതിയിലല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. അതും വലിച്ചു വാരി എഴുന്നീട്ടി എഴുതിയിട്ടുണ്ട്. ഇതിനൊക്കെ ഉപാധിയായിട്ട് ഞാനൊരു കാര്യം ചെയ്ത് ഈ ശൈലികളുടെ അർത്ഥം പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം, അതിൽ ഓരോ ശൈലിയും പറഞ്ഞിട്ട് ഓരോ ശൈലിയും എടുത്തു പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം എന്നാണ് 2 വരിയിൽ ഒതുങ്ങുന്ന കവിത, 2 വരി കവിതയിൽ വിശദീകരിക്കുക. അപ്പോൾ ഈ പിള്ളേരൊക്കെ അത് കാണാൻ പഠിക്കാം. ഒരു പടവേടിച്ച് പന്തളം ചെയ്യുന്നാൽ എന്നുള്ളൊരു പുസ്തകത്തിൽ അതൊരു വരി അങ്ങനെ പോകുന്നു എൻ്റെ ഈ രചന ഇങ്ങനെ പോകും. വേറെ മറ്റൊരു കാര്യമുള്ളത്, എനിക്ക് ഇപ്പോൾ ഈ എഴുത്തിന് യാതൊരു പ്രയാസവുമില്ല. അത് ദൈവസഹായമാണ്, പിന്നെ എൻ്റെ കുടുംബാംഗങ്ങളുടെ സഹകരണമാണ് എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ രോഗമില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്കതുകൊണ്ട് എഴുതുന്നതിലൊന്നും യാതൊരു തടസ്സവുമില്ല. എഴുത്ത് ഭാവനകൾ വരുന്നുണ്ട്, ഞാനത് കുറിച്ച് വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഞാൻ ഈ കാവ്യരചനയോടൊപ്പം തന്നെ മറ്റൊരു പ്രസ്ഥാനം കൂടി ലീഡ് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആ സംഘടന ഗ്രന്ഥശേഖരം ആസ്വാദന വേദി എന്നൊരു സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം വിശിഷ്ട വ്യക്തികൾ, അത് ഇവിടെ ഈ മരിച്ചു പോകുന്ന ആളുടെ
ജന്മശതാബ്ദികൾ വരുമല്ലോ, ഇത് മരിച്ച ദിവസം അടുത്ത ഇത്. അപ്പോഴേ അവരെ ഓർമ്മിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ഒരു യോഗങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് പോരല്ലോ. ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ട് ആളിനെ കുറിച്ച് പറഞ്ഞിട്ട് അവർ ഒന്നും പറയുന്നില്ല. പക്ഷേ ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് വാസ്തവത്തിൽ അവരുടെ ജീവിതകാലത്ത് തന്നെ പ്രശംസിക്കപ്പെടണം എന്നെനിക്കൊരു നിർബന്ധമുണ്ടായി. അങ്ങനെ ഞാൻ പലരെയും സമീപിച്ചു, നമുക്കൊരു സംഘടന രൂപീകരിക്കാം. പക്ഷേ ആരും തന്നെ അതിന് വഴിപ്പെട്ടില്ല. പക്ഷേ പിന്നെ ഞാൻ ഏകാംഗ സംഘടനയായിട്ട് ഗ്രന്ഥശേഖര ആസ്വാദന രൂപീകരിക്കുകയും സഹൃദയരെ ഒന്നിപ്പിച്ചുകൊണ്ട് വിശിഷ്ട വ്യക്തികളുടെ വീടുകളിലേക്ക് പോവുകയും അവിടെ ചെന്ന് അവരുടെ മുന്നിൽ ഈ വിശിഷ്ട വ്യക്തികളുടെ മുമ്പിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങളെ വളരെയേറെ പിന്നെ ചർച്ച ചെയ്തിട്ട് പ്രശംസിച്ചിട്ട് അവർക്ക് ആദരവ് കൊടുത്ത് പിരിയുക, ഇങ്ങനെ ഉണ്ട്. ഇത് ഏതാണ്ട് ഞാൻ 1996 തുടങ്ങിയത്. അന്ന് 1996 തുടങ്ങിയതിന് ശേഷം പിന്നെ 25 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ 300 പേരുടെ വീട്ടിൽ പോയതിനുള്ള റെക്കോർഡുണ്ട്. അതായത് അതിൽ പ്രശസ്ത ഇവിടെ തിരുവനന്തപുരത്ത് ഇനി ഞാൻ സന്ദർശിക്കാത്ത വിശിഷ്ട വ്യക്തികളുടെ വീടുകളില്ല. അതിൽ പിന്നെ വിഷ്ണുനാരായണ നമ്പൂരി, പ്രസിദ്ധ നോവലിസ്റ്റ് ജി വിവേകാനന്ദൻ, പ്രസിദ്ധ പണ്ഡിതൻ എം.എൽ. ശാസ്ത്രികൾ, പിന്നെ ഡോക്ടർ വെള്ളാണി അർജുനൻ, ഇങ്ങനെ ആറന്മുള പൊന്നമ്മ, നടൻ മധു, ഇങ്ങനെയുള്ളവരുടെയൊക്കെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേണ്ടി KR ഗൗരിയമ്മയുടെ വീട്ടിലൊന്ന് പോയാൽ കൊള്ളാമല്ലോ എന്താണെന്ന് കരുതി ഞാൻ അവരെ വിളിച്ചു. അവരെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് അതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിന്ന് അവരുടെ ഒരു ബന്ധു ബീന PSC മെമ്പറൊക്കെ ആയിരുന്ന ആളാണ്. അവരെ എന്താണ് കാര്യമെന്ന് ഫോൺ വാങ്ങിച്ചു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ് അവരുടെ വിശിഷ്ടതയെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുക, അവർക്കൊരു ആദരവ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അവർ പറഞ്ഞു ഏതായാലും നിങ്ങൾ പോരൂ, അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ അന്ന് AK ആന്റണിയും ആ യോഗത്തിൽ ഇവരുടെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. ഈ AK ആന്റണിയെ ഞാൻ തന്നെയാണ് പോയി ക്ഷണിച്ചത്. ഈ AK ആന്റണി ക്ഷണിക്കാൻ പോയപ്പോൾ തന്നെ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, സാറിപ്പോൾ ഈ AK ആന്റണി ക്ഷണിക്കാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യം സാധിക്കില്ല, വല്ല കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും കൂടെ കൊണ്ടുവേണം പോയി അവരെയൊക്കെ ക്ഷണിക്കേണ്ടതെന്ന് പറഞ്ഞു. എൻ്റെ ഡ്രൈവർ ഒരു കോൺഗ്രസ്സുകാരൻ, ഗണേശപിള്ള, ഒരു കോൺഗ്രസ്സുകാരനാണ്. ഏതായാലും ഞാൻ പറയും നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു ഞാൻ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. ഞാൻ വിസിറ്റിംഗ് കാർഡ് കൊടുത്തോണ്ട് അവിടെ ഇരിക്കുമ്പോഴേ നമ്മുടെ G. കാർത്തികേയനുണ്ട്, സ്പീക്കറൊക്കെ ആയിരുന്ന G. കാർത്തികേയൻ കയറി വന്നു എൻ്റെ അടുത്ത്. അവിടെ ഇരുന്നിട്ട് അപ്പോഴത്തെ ഉടനെ ആന്റണി എന്നെ വിളിച്ചു. അപ്പം ഞാൻ ഈ കാർത്തികനോട് പറഞ്ഞു, സാറ് അദ്ദേഹമായിട്ട് അടുപ്പമുള്ള ആളല്ലേ, സാറ് പോകും, പിന്നെ ഞാൻ പോകാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയേ, നോ അത് ശരിയല്ല, നിങ്ങൾ ആദ്യം വന്ന ആളാണ്, നിങ്ങൾ തന്നെ ആദ്യം പോകണം, എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പരിചയമില്ല. കാരണം ഞാൻ പോയി അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗൗരിയമ്മയുടെ കാര്യമില്ല, ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. ഗൗരിയമ്മയുടെ ഈ വഴുതയ്ക്കായിട്ടുള്ള വീട്ടിൽ ഞങ്ങളെല്ലാം സമ്മേളിച്ചു. ഗൗരിയമ്മയെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. അപ്പോൾ AK ആന്റണി പ്രസംഗിച്ചപ്പോൾ ഗൗരിയമ്മ മറുപടി പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു സമ്മേളനത്തിന് അനുവദിക്കണം എന്ന് മിസ്റ്റർ ശിവരാജൻ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായി തോന്നിയില്ല. എങ്കിലും ഇപ്പോൾ ഇത് നടന്നു കണ്ടതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം ഞാനും തോമസുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ കാര്യങ്ങൾക്ക് അവർ വെട്ടി തുറന്ന് പറഞ്ഞു, കണ്ണുനീരോട് പറഞ്ഞു. അവർ ചെന്നിട്ട് എന്നോട് യോഗത്തിനോട് ചോദിച്ചു, ഞാനിതൊക്കെ എവിടെ പറയണം, എനിക്കിങ്ങനെ ഈ പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കി ശിവരാജന് നന്ദി എന്നുകൂടെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഈ പേരെ ഞാൻ വളരെ 300 പേരുടെ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും അങ്ങനെ പോയിട്ടുണ്ടോ ഇല്ല. അതുകൊണ്ട് അത് സക്സസ്സാണ്. അത് കൊറോണ കാലം വരെ നടന്നു. ഇപ്പോൾ അതിനുശേഷം നടക്കാതിരിക്കുകയാണ്. പിന്നെ എൻ്റെ വാർദ്ധക്യപരമായ അവശതകളും അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അത് നടത്തുന്നില്ല. ഇതാണ് കഥ. ഇത്രയും കാര്യങ്ങൾ എനിക്കുണ്ട്. എൻ്റെ ബാലകവിതകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബാലകവിതകൾ എല്ലാം ഉദ്ബോധനത്തിൻ്റെതാണ്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കള്ളു കുടിക്കുന്ന ഒരാളുടെ മകള് സ്കൂളിൽ നിന്നും കിട്ടിയ അറിവ് കള്ളു കുടിക്കരുത് എന്ന് പഠിപ്പിച്ചു വിട്ടു. അത് വന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ
കളരിയിൽ കിട്ടിയതറിവു കുട്ടി കളയാതെ വന്നച്ഛനോടു ചൊല്ലി. കള്ളു കുടിക്കരുതച്ച കരൾ ഉള്ളകം ബന്ധു ചാമ്പൽ പോലാകും. അച്ഛനത് കേൾക്കാതെ കള്ളു കുടിച്ച് 1 മാസത്തിനകം പിന്നെ കിടപ്പിലായി. കണ്ട ഭീഷഗ്വരൻ ചോദ്യമായി, ഉണ്ടോ കള്ളുകൂടി ജാതിയായി, നോക്കാമെന്നുള്ളതേ ചൊല്ലുന്നുള്ളൂ, വീക്കം കരടിനത്രയ്ക്കുമായി. ഇത് കേട്ട് തന്നെ അച്ഛൻ കരഞ്ഞുപോയി. ഒരു കുട്ടി അച്ഛനെ നല്ല വഴിക്ക് തിരിക്കാൻ വേണ്ടി തിരിക്കുന്ന ഒരു ഉത്ബോധനം. അത് ഇങ്ങനെയുള്ളവനെ കുട്ടികളെ വിളിച്ച് ആനന്ദിപ്പിക്കുന്നുണ്ട്. അരുമക്കീടാവേ എൻ കിളിമകളെ, ഒരു മുത്തം വേണോ എന്നരികിൽ വാവാ, തേനിറ്റു നിൽക്കുന്ന കളമൊഴികൾ തുരുദൂരെ ചുണ്ടത്തു തിരികെ വാവാ, ഓടല്ലേ ചാടല്ലേ വല്ലേടത്തും വീണാൽ ഉടലു മുറിയുവില്ലേ. ഇങ്ങനെ കുട്ടികളെ വിളിച്ച് ആനന്ദിപ്പിക്കുന്നത്. പിന്നെ കുട്ടിയെ അരുതരുതൻ കിളി മകളെ നീയാ, ശലഭക്കീടാവിൻ്റെ ചിറകുനുള്ളി, കളയല്ലേ കട്ടമതങ്ങിനെ നെങ്ങാനും ഒന്നു പറന്നു പോകും. അതായത് കുട്ടിയൊക്കെ ഈ കൂടെ കളിക്കാൻ കിട്ടുന്ന ശലഭം കൂടെ ചിറകുനുള്ളി കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ചെയ്യരുത്, അതിനെ പറക്ക് പോകാനൊന്നും പറ്റില്ല എന്ന് ഇങ്ങനെയുള്ള കവിതകളാണ് എഴുതാറുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ 21ാമത്തെ പുസ്തകം ശൈലിയുടെ 22ാമതൊരു പുസ്തകം ഞാൻ ഇറങ്ങാൻ നോക്കാം. അത് റൊമാൻറ്റിക്കാണ്. ഞാൻ ആദ്യം എഴുതുന്നത് റൊമാൻറ്റിക് പോലെ കുറേ റൊമാൻറ്റിക് കവിതകൾ എഴുതി ഒരു 22ാമത്തെ ബുക്ക് പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ എൻ്റെ നേരത്തെ റേഡിയോയിൽ കൊടുത്തെന്ന് പറഞ്ഞല്ലേ, ഓർമ്മയുണ്ടെനിക്കെന്നും എന്ന് പറഞ്ഞ ആ കവിത കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് എഴുതിയ ഈയിടെ ഞാൻ ഉറങ്ങാറില്ല മനസ്സിൻ മണിയേറെക്കുള്ളിലൊരു പെണ്ണൊളിച്ചു കളിക്കൂല, ഈയിടെ ഞാൻ ഉറങ്ങാറില്ല മനസ്സിൻ മണിയേറെക്കുള്ളിലൊരു പെണ്ണൊളിച്ചു കളിക്കൂല, ഇടയൊഴിവില്ലാതെൻ്റെ ചെവികളിലവൾ രാഗസുലളിത ഗീതകങ്ങൾ മൊഴിക മൂലം, ഇടയൊഴിവില്ലാതെൻ്റെ ചെവികളിലവൾ രാഗ സുലളിത ഗീതകങ്ങൾ മൊഴിക മൂലം. ഇത് കേട്ടാൽ കാമുകിയാണെന്ന് തോന്നും, പക്ഷേ കവിതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും 94 വയസ്സിലും കവിത എഴുതാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ചിന്താഗതി, അതിനെക്കുറിച്ചാണ് ഈ ഇട ഞാൻ ഉറങ്ങാറില്ല മനസ്സിൻ മണിയേറെ ഉള്ളിലൊരു പെണ്ണൊളിച്ചു കളിക്ക മൂലം, കവിതയാകുന്ന പെണ്ണ്. ഇങ്ങനെയുള്ള റൊമാൻറ്റിക്, അത് എല്ലാവർക്കും വായിക്കാൻ വളരെ രസമായിരിക്കും. അങ്ങനെയുള്ള ഒരു കവിതാ സമാഹാരം റൊമാൻറ്റിക് നേരത്തെ എഴുതി പ്രസിദ്ധീകരിച്ച് തിരഞ്ഞെടുത്തത്. പിന്നെ വളരെ തമാശയായിട്ട് ഒരു പെൺകുട്ടി വൃദ്ധനെ പ്രേമിച്ചതിനെ പറ്റി ഒരു വയസ്സായ സ്ത്രീയുണ്ട്. വൃദ്ധനെ പ്രേമിച്ചതെന്തു പെണ്ണേ, വൃദ്ധനെ പ്രേമിച്ചതെന്തു പെണ്ണേ, മുത്തശ്ശി ചോദിച്ചു പെണ്ണുരച്ചു, ഓടീസുകോടെന്ന മുക്തവാക്യം കേട്ടിട്ടേ ഇല്ലെന്നു മുത്തശ്ശി. ഇത് ചോദിച്ചു, വൃദ്ധനെ പ്രേമിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഓഡീസ് കോഡ് എന്ന അതിനെപ്പറ്റി ആത്മമായിക്കൊണ്ട് പെണ്ണ് സംസാരിച്ചു. ഇനി കേട്ടിട്ട് മുത്തശ്ശി ഉത്തമം പുഞ്ചിരിച്ചു, വൃദ്ധത തൻ്റേതു ഓർത്തു. അപ്പൊ വൃദ്ധതയ്ക്ക് എത്രമാത്രം മാറ്റുണ്ടെന്ന് ഈ കുട്ടി ഓഡീസ് കോഡ് എന്നതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് മുത്തശ്ശിയെ വളരെയേറെ സന്തോഷിപ്പിച്ചു. മുത്തശ്ശി ചിന്തിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കവിതകൾ ചേർത്തുകൊണ്ട് ഞാൻ ഒരു പുസ്തകമാണ് 22ാമത്തെ പുസ്തകം ഇറക്കാനുള്ള തയ്യാറിലാണ് ഇരിക്കുന്നത്. ഇറക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കും. അതോടുകൂടി പിന്നെ എഴുതണേണ്ടത് പിന്നീട് ചെയ്യും. പിന്നെ ഇത്രയും സമയം എന്നെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ, എന്നെക്കുറിച്ചുള്ള സ്ഥിരീകരണങ്ങൾ എല്ലാം സ്നേഹപൂർവ്വം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നിങ്ങളെല്ലാം കഴിയുമെങ്കിൽ എൻ്റെ പുസ്തകം വായിക്കാൻ നോക്കുക, വാങ്ങിക്കാൻ നോക്കുക, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വായനശാലയിൽ കിട്ടുമെങ്കിൽ വായിക്കാൻ നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എനിക്ക് എഴുതി അയക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒന്നും വേണ്ട, പരതന്നൂർ ശിവരാജൻ, പാപ്പനംകോട് PO, തിരുവനന്തപുരം എന്ന അഡ്രസ്സ് മതി. എനിക്ക് എടുത്ത് പോസ്റ്ററിൽ കൊണ്ട് തന്നിരിക്കും.
ഏതായാലും ഇതാണ് എൻ്റെ കാവ്യ ജീവിതത്തിനെ കുറിച്ചും മറ്റ് ഉള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള വളരെ ലഘുവായ വിവരണങ്ങൾ. ഇത് ഈ വർഷം വളരെ അവസാനമായിട്ട് കേരളമതിയുടെ കഴിഞ്ഞ ഓണം വിശുരാപ്രതിയിൽ വളരെ ഒരു റൊമാൻറ്റിക് കവിത ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കവിതയും ഒക്കെ ഇതിൽ വരും. അതുപോലുള്ളതാണ്. ഇത്രയുമാണ് നിങ്ങളുടെ എൻ്റെ വായനക്കാരോട് എൻ്റെ ആസ്വാദകരോട് പറയാനുള്ളത്. നമുക്ക് ഇനിയും കാണാം. സന്തോഷ വർത്തമാനങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കാം.